വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതിയും മകനുമായ അഫാനെ കാണാൻ ആഗ്രഹമില്ലെന്ന് പിതാവ് റഹീം. അഫാൻ കാരണമുണ്ടായ നഷ്ടം വലുതാണ്. ആശുപത്രിയിലായിരുന്ന ഭാര്യ ഷെമിയുടെ ആരോഗ്യനിലയിൽ ആശ്വാസമുണ്ട്. ഷെമിയെ കഴിഞ്ഞ ദിവസം ഡിസ്ചാർജ് ചെയ്തു. ഇളയമകൻ കൊല്ലപ്പെട്ടതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഐസിയുവിൽ വെച്ച് ഭാര്യയെ അറിയിച്ചിരുന്നു. വിവരമറിഞ്ഞ് ഷെമി പൊട്ടിക്കരഞ്ഞു. 2 ദിവസം കഴിഞ്ഞാണ് ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ ബാക്കി മരണങ്ങളെക്കുറിച്ച് പറഞ്ഞത്. അഫാനാണ് അതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അവൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ഷെമി പറഞ്ഞു. ഒരു പാറ്റയെപ്പോലും പേടിയായിരുന്ന അവൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. പരിക്ക് പറ്റിയത് കട്ടിലിൽ നിന്ന് വീണാണെന്നാണ് ഇപ്പോഴും പറയുന്നത്, റഹീം പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി മൂലം എങ്ങനെ മുന്നോട്ടു പോകുമെന്നറിയാത്ത അവസ്ഥയാണെന്നും റഹീം പറഞ്ഞു. സൗദിയിൽ 2 ദിവസം ജയിലിൽ കഴിഞ്ഞതിന് ശേഷമാണ് കയ്യിലൊരു പൈസ പോലുമില്ലാതെ നാട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞത്. ഇവിടുത്തെ സാമ്പത്തിക ബാധ്യതകളുമുണ്ട്. ഗൾഫിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. മക്കൾക്കു വേണ്ടിയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ അവരില്ല. നാട്ടിൽ എന്റെ അറിവിൽ 10 ലക്ഷം രൂപയുടെ ബാധ്യതയാണുള്ളത്. 60 ലക്ഷത്തോളം രൂപയുടെ കടമുണ്ടെന്ന് പറയുന്നതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ബാങ്കിൽ ബാധ്യതയുണ്ടായിരുന്നത് കാരണം അവർ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നു. കാലാവധി ഉണ്ടായിരുന്നിട്ടും അസിസ്റ്റന്റ് മാനേജർ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. ജപ്തി ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. ചിട്ടി നടത്തിയതുമായി ബന്ധപ്പെട്ട് ജ്യേഷ്ഠന് 75,000 രൂപ ഷെമി കൊടുക്കാനുണ്ടായിരുന്നു. ഉമ്മയുമായി സാമ്പത്തിക ഇടപാടൊന്നും ഉണ്ടായിരുന്നില്ല. ഭാര്യ ഷെമിയും അഫാനും തട്ടത്തുമലയിലെ ബന്ധുവിൽ നിന്ന് പലിശയ്ക്ക് 5 ലക്ഷം രൂപയാണ് വാങ്ങിയത്. 5.5 ലക്ഷം രൂപ പലിശ മാത്രമായി തിരികെ നൽകി. പലിശ കൃത്യസമയത്ത് നൽകിയില്ലെങ്കിൽ വിളിച്ചു ഭീഷണിപ്പെടുത്തുമായിരുന്നു. തട്ടത്തുമലയിലെ 2 ബന്ധുക്കളെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് അഫാൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്.